അടുത്ത എവിടെയോ പാത്രങ്ങളോ. ഹലോ, ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ചെമ്മീൻ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കൊതി, ഒരു ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നല്ലോണം കഴിക്കണം എന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട് കുറച്ചൊക്കെ കുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് എന്താക്കി, താഴെ ഒരു കടയുണ്ട്, ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഫ്രോസൺ ചെമ്മീൻ, ചെറിയ ചെമ്മീനില്ലേ, ചെറിയ ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് വന്ന് ഒന്നും ആലോചിച്ചില്ല, ഉള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു തട്ടിക്കൂട്ടായിട്ട് എന്താക്കാം, ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മീൻസ് കിഴങ്ങൊക്കെ ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. എൻ്റെ അമ്മായിമ്മൻ്റെ റെസിപ്പിയാണ്, നല്ല രസമായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച്, ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കൂടെ റൂമിൽ പുതിയ ആളുള്ളത് കൊണ്ട് ഒരു സുഖമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ട് രാത്രി ചപ്പാത്തിയും നല്ല ചെമ്മീൻ കറിയും കൂട്ടിയിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ചെറിയൊരു റെസിപ്പി അല്ല, അപ്പം നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക. അപ്പം നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം അല്ലേ. എനിക്കൊരു അടിമക്കണ്ണിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, വീഡിയോ എടുത്ത് തരാം. നന്നായിട്ട് ഇറക്കി വഴറ്റി എടുക്കുക. അപ്പൊ രാത്രി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ളതല്ലേ? മതി. ഈ സവാള വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് കിഴങ്ങ് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എൻ്റെ അമ്മായിമ്മൻ്റെ റെസിപ്പിയാണ് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട്. ഞാൻ ഒരു വട്ടം അങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നടി. നമ്മളുണ്ടാക്കുമ്പോൾ അങ്ങനെ ആവുമെന്ന് അറിയില്ല. ഒന്നും കൂടെ കോമഡി പറടി, പറ അല്ല പറടി. അടുത്ത എവിടെയോ പാത്രങ്ങളോ ഇളക്കി ആകെ ശോകമായി. ഇട്ടോ തക്കാളി, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കിഴങ്ങ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മള് 2 തക്കാളി ഇടുന്ന അളവൊന്നും ചോദിക്കരുത്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരളവിൽ തന്നെ ഇട്ടോളൂ, അത്രേ ഉള്ളൂ, അളവൊന്നും ഇല്ല. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു സ്മെല്ല്. പൊളിക്കും തോന്നുന്നില്ലേ? പൊളിയോ? ഞങ്ങളൊരു കൈകളവിനായിരുന്നത്, ഒരിത്തിരി മല്ലിപ്പൊടി. ഇതിലൊക്കെ ഞങ്ങള് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. എന്താണ് കാശ്മീരി അല്ലേ? ഞങ്ങൾക്ക് എരിവ് ആവശ്യമില്ല, 4-5 മുളക് ഇട്ടുകൊണ്ട് കാശ്മീരി ചില്ലിപ്പൊടി ഒരിത്തിരി. ഓവർ മസാല ആയാലും ടേസ്റ്റ് പോവുമല്ലേ കറിയുടെ, ഒരു ഇത്തിരി പാടും. നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക. ആ, കുറച്ച് ഗരം മസാലയും അത് മതിയില്ല, ഇനി പൊടി ഇടണ്ടല്ലോ. ആ, ഗരം മസാല എനിക്ക് ഒന്ന് ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയോ എന്താടി അതിൻ്റെത്? സുവർണ അല്ലേ? ഹോം മെയ്ഡ് ആണോ? ആ, അതും കുറച്ചിട്ടോ. ആക്ച്വലി നമ്മൾ കുറെ മസാലകൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെന്താ കുറച്ച് മീറ്റ് മസാല. മതി ഇടിഞ്ഞ് കണ്ട എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചാറാക്കാനുള്ളത് കൊണ്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണ വേണോടി. ഉപ്പിട്ടില്ലടി, ഈ പാത്രമാണെങ്കിൽ വഴുകി പോവുക. ഷെഫൊക്കെ ഒഴിക്കുന്ന പോലെ ഇങ്ങനെ വലിയ ഓയില്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ആ, മണം വരുന്നുണ്ട്, കൊളാവില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഉപ്പ് നന്നായിട്ട് അങ്ങ് ഇളക്കി എടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞങ്ങൾ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്.
അപ്പം അത് കുറച്ചേരം ആ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് സെറ്റാവട്ടെ. നല്ല ഫ്രഷ് സാധനം അല്ലേ? നിങ്ങൾ ഫ്രോസണാണ് വാങ്ങി, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെങ്ങാനാണെങ്കിലും ഉണ്ടല്ലോ ഈ ഫ്രോസൺ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പിടുങ്ങി അങ്ങ് പോകും. പക്ഷെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നടി സന്നി നമ്മളെ താരം അല്ലേ? നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, കഴിക്കുമ്പോൾ അത് ഉണ്ടായാൽ മതി. അതിപ്പോൾ കൊള്ളാവൂല, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആൾക്കാരായിരിക്കും ഇതെന്താ ചെമ്മീനൊന്നും കാണാത്ത എന്താന്നല്ലേ? ഉണ്ടടി. അങ്ങനെ അവസാനം ഇത് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ആകെ 2-3 ചെമ്മീനും ഒരു പീസ് ബ്രെഡും. ടേസ്റ്റ് ഒക്കെ ഇതൊക്കെ പോരെ. മറ്റാളവിടെ ഒളിഞ്ഞിരിക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കിഴങ്ങും ചെമ്മീനൊക്കെ കൂട്ടി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എടി നോക്കിയേക്കാ, വന്ന് കഴിക്കടി. കൊള്ളാം, അടിപൊളി. കഴിച്ചു നോക്കും. ചപ്പാത്തി ആയിരിക്കും ഒന്നുകൊണ്ട് രസം ഉണ്ടോ അടി? കൊള്ളാം അല്ലേ? ഞങ്ങൾ ജീവിക്കും എവിടെ പോയാലും. സംഭവം കൊള്ളാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.